അപ്പൊ ഇന്ന് ഞാനൊരു ഗാർഡൻ ടൂറിന്റെ വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോ ഇതില് ഞാൻ ഇവിടെ കുറെ പഴയ സാധനങ്ങൾ ഒരുപാട് റീയൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോ അതൊക്കെ ഞാൻ ഇന്ന് ഈ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഒരുപാട് പേർക്ക് അങ്ങനെ ഗാർഡൻസ് ഒന്നും ഇഷ്ടമല്ല. അപ്പൊ നമുക്കെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ ഗാർഡൻസ് ഒക്കെ ഭയങ്കര ഒരു ഇഷ്ടമാണ്, കൂടുതലും നമ്മളെ ഒരു ക്രേസാണ്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് റീയൂസ് ചെയ്തിട്ടുണ്ട്. പഴയ സാധനങ്ങൾ എങ്ങനെ നമ്മൾ റീയൂസ് ചെയ്ത് അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കാണിക്കുന്നത്, ഞങ്ങളിവിടെ ലോക്ക്ഡൌൺ സമയത്ത് വെറുതെ ഇരുന്നപ്പോൾ എൻ്റെ കസിന് ഇവിടെ ഇങ്ങനെ കുഴിച്ച് കളിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ കുഴിച്ചപ്പോൾ പിന്നെ നമുക്കൊരു ഐഡിയ തോന്നായിരുന്നു. അപ്പം ഇവിടെ ഒരു കുളം കണക്ക് ഞങ്ങള് ചെയ്യാൻ വിചാരിച്ചു. അതേപോലെയാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ മഴയൊക്കെ പെയ്തോണ്ട് കലങ്ങി കിടക്കുവാണ്. പായലൊക്കെ പിടിച്ചപ്പോ കഴുകാനൊന്നും ഇതില്ല. അപ്പൊ ഫുഡ് ഇട്ട് കൊടുക്കുവാണ്. ഇന്ന് നമ്മള് ഫുഡ് ഇട്ട് കൊടുത്തില്ലായിരുന്നു. അപ്പൊ ഇത് സെക്കൻഡ് ആയിട്ട് ഞാൻ കാണിക്കുന്നത്, ഇതൊരു കലത്തില് ഞങ്ങള് ഇതേപോലെ ഫ്ലവർ ഇങ്ങനെ ജസ്റ്റ് ഫ്ലോ ചെയ്യുന്ന പോലെ ഒരു ഐഡിയ തോന്നി. അപ്പോഴാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതേപോലത്തെ ഒരുപാട് വീഡിയോസ് ഞങ്ങൾ കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. അപ്പോ ഇതേപോലത്തെ ഒരു ഡിസൈൻ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് യൂസ് ചെയ്ത് പഴയതായ ഒരു കലമാണ്. അങ്ങനെയാണ് നമ്മൾ റീയൂസ് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ ഞാൻ ഇതൊരു അമ്മിക്കല്ലാണ്. അപ്പൊ ഇത് എന്റെ അമ്മാമ്മയുടെയും എന്റെ മാമിയുടെയും ഒരു ഐഡിയ ആണ്. സോറി, അമ്മിക്കല്ലല്ല, കുഴവി, മറ്റേ അരി ആട്ടുന്ന ഒരു കല്ലാണ് കേട്ടോ. അപ്പൊ ഇത് അവിടെ വെറുതെ ഇരുന്നപ്പോ നമുക്കൊരു ഐഡിയ തോന്നി ചെയ്തതാണ്. അപ്പൊ ഇതിന്റെ ചെറുതും ഉണ്ട് ഇവിടെ, ചെറുതും ഇവിടെ ഇരുന്നപ്പോ ഞങ്ങൾ ചെയ്തതാണ്. ഇത് ഞങ്ങളുടെ കൊച്ചുപിള്ളാരുടെ പണിയാണ്. ഇത് എന്റെ അമ്മാവയും എന്റെ മാമി എന്റെ അമ്മയൊക്കെ ചെയ്ത പണിയാണ്. ഇതെന്ന് വെച്ചാൽ ഒരു ഫുള്ള് പൈപ്പ് വർക്കാണ്. നമ്മളെ പൈപ്പ് ഇങ്ങനെ പൈപ്പിൽ വെച്ചിട്ടാണ് ചെയ്തത്. ഇത് പൈപ്പാണ് കേട്ടോ. അപ്പൊ പൈപ്പിന്റെ മുകളിൽ ആ ഹോളില് ഞങ്ങൾ ഇതേപോലത്തെ ഒരു കുഞ്ഞൻ ചെടിച്ചട്ടി വെച്ചൊരു ഭംഗിക്ക്. എന്നിട്ട് ഇത് ഇങ്ങനെ പുറത്തൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് ചെറിയൊരു ചെടിയാണ്, അത് ഇങ്ങനെ സ്പ്രെഡായി വരുന്നതാണ്. അപ്പൊ ഇതേപോലെ ഇവിടെ ഒരു ചെടി ഞങ്ങള് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൂടെ ഞങ്ങള് ഇവിടെ പേരക്കയുടെ ഒരു കമ്പ് വെച്ചിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതൊന്ന് പെയിന്റ് അടിച്ചായിരുന്നു കേട്ടോ. പെയിന്റ് അടിച്ചിട്ട് അതിങ്ങനെ ലൈക്ക് മണി പ്ലാന്റ് പോലത്തെ ഒരു ചെടിയാണ്. ഇങ്ങനെ കേറി വന്ന് നമ്മളപ്പം വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ അടുത്ത ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇത് ഒരു പേരയുടെ കമ്പാണ് കേട്ടോ. അപ്പൊ അത് യൂസ് ഇല്ലാത്ത ഒരു ബ്രാഞ്ച് ആണ്. അപ്പൊ അത് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങ് വെട്ടിക്കളഞ്ഞായിരുന്നു. അപ്പൊ ഇതേപോലത്തെ ഒരു ഐഡിയ വന്നപ്പോ ഞങ്ങൾ ഇങ്ങനെ ചെയ്തതാണ്. അപ്പോ ഇത് ഞങ്ങള് പറഞ്ഞ പോലെ മറ്റേ ചട്ടിയാണ് കേട്ടോ. അത് അവിടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് അവിടെ ഒരു ചട്ടി അങ്ങ് വെച്ചു. ഇത് നമ്മൾ യൂസ് ചെയ്ത പഴയ ഒരു ചട്ടിയാണ്. ലൈക്ക് അത് ഉപയോഗിച്ചു അവസാനം ഒരു ഹോള് അടിയിൽ വന്നപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു ഐഡിയ ചെയ്തു. അത് എന്നിട്ട് അതിന്റെ മണ്ണൊക്കെ നിറച്ചിട്ട് ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചു. അതപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചാലും ആ വഴി അങ്ങ് പൊക്കോളും. ഇത് ഒരു മിക്സിയുടെ ജാറാണ് കേട്ടോ. അപ്പോ ഇതൊരു ഐഡിയ തോന്നിയപ്പോ ഞങ്ങൾ ചെയ്തതാണ്. അപ്പൊ എനിക്ക് ചെടികളുടെ പേരൊന്നും അറിയത്തില്ല. ഇത് ഞാൻ ചോദിച്ചിട്ട് പറയാം കേട്ടോ. ഇത് വാടാമുല്ലയുടെ തൈയാണ് കേട്ടോ. അപ്പം ഇതേപോലെ ഇവിടെ ലെങ്ത് ആയിട്ട് ഞങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കാക്ടസിന്റെ ഒരു ചെടിയാണ് കേട്ടോ. നമ്മളൊരു ചെടിച്ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഞങ്ങളെ വീട്ടില് തന്നെ വളർന്നതാണ്. ഇതിന്റെ സ്പെഷ്യൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇത് 6 വർഷം പഴക്കമുള്ള ഒരു ചെടിയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ പേരാണ് കടലാസ് ചെടി. അപ്പോ ഇതിന്റെ വെറൈറ്റി കളേഴ്സ് ഉണ്ട് കേട്ടോ. വൈറ്റ്, പിങ്ക്, വയലറ്റ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് വീടുകളില്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ മെയിൻ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ്. ഇത് മെഡിസിൻ എന്ന് വെച്ചാൽ കിഡ്നി സ്റ്റോൺസിനൊക്കെ
ഉപകരമാണ്. അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ് ഇത്. ഒരു സ്പെഷ്യൽ നല്ലൊരു പ്ലാന്റ് ആണ്. അപ്പൊ ഇത് വെറൈറ്റി ഒരുപാട് തരത്തിലുള്ള ഒരു പ്ലാന്റ്സ് ആണ്. അതിന്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോ ഇത് ഇങ്ങനത്തെ ഒരുപാട് അവിടെയൊക്കെ ഉണ്ട്. അപ്പോ ഞാൻ അതൊക്കെ കാണിച്ചു തരാം. അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ ഒരു ഇതിപ്പൊ നട്ടതേ ഉള്ളൂ, അതുകൊണ്ട് ഇച്ചിരി ഉള്ളത്. അപ്പൊ ഇനി മറ്റതുപോലെയൊക്കെ ആവും. അപ്പൊ ഇത് ഒരു തരത്തിലൊരു ഡിഫറെന്റ് കളറാണ്. ഇത് അതിനെ മാച്ചിൽ തന്നെ വേറൊരു കളറാണ്. അതിന്റെ താഴെ ഉള്ളത് ഒരു ഡിഫറെന്റ് ടൈപ്പാണ്. ഇത് മൂന്നും ഒരു തരത്തിലെ കളറാണ്. ഞങ്ങള് ഇതേപോലെ ഒരു എക്സിബിഷന് പോയപ്പോ ഇത് മൂന്നും കൂടി ഒത്താണ് വാങ്ങിച്ചത്. ഇപ്പോ ഞാൻ കാണിച്ച അതിന്റെ ഒരു ചെറിയ മോഡൽ കണക്കത്തെ ഒരു ഫ്ലവർ ആണ്. അടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ച പേരുടെ ആ സൈഡാണ് കേട്ടോ. അതിൽ ഇതേപോലെ ഒരു കമ്പ് വെച്ചിട്ട് അതിലെ മുട്ടയുടെ ഷെൽസ് തൂക്കി വെച്ചതാണ് കേട്ടോ. സാധാ ഒരു മുട്ടേന്റെ അച്ച ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതിങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അതിന് ഗോൾഡൻ കളേഴ്സും ഉണ്ട്. റെഡും ഗോൾഡൻ ഞങ്ങൾ അടിച്ചിട്ടുണ്ട്. ഇത് ഹിബിസ്കസിന്റെ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് ഹിബിസ്കസ് ആയിട്ടാണ് തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല അതിന്റെ ഒരു നെയിം. തോന്നുന്നു. ഇത് ഞാൻ നേരത്തെ ഒരു ചട്ടിയിൽ വെച്ച് അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചേ ഇടത്തുള്ളൂ. അതാണ് ഇങ്ങനെ വരുന്നത്. വലുതായി സെപ്പറേറ്റ് ആയിട്ട് വരും. ഇത് ഞങ്ങള് ഒരു ബേസണില് ചെയ്ത ഒരു ഇതാണ് കേട്ടോ. അതിൻ്റെ അകത്ത് അമ്പലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് മീനുണ്ട്, ശരിക്കുണ്ട്. കുഞ്ഞു കുഞ്ഞു പൊടി മീനുകളാണ്. അപ്പൊ ഇത് ഡിഫറെന്റ് ടൈപ്സ് കുറെ ചെടികളുണ്ട്. ഓരോ ടൈപ്പാണ്. ഇതൊക്കെ ഓരോ ടൈപ്സ് ഓഫ് ചെടികളാണ്. യെല്ലോ എന്ന് പറഞ്ഞാൽ കണിക്കൊന്ന പോലത്തെ വേറൊരു ട്രീ ആണ് കേട്ടോ. കണിക്കൊന്ന പോലത്തെ ഇതാണ്. പിന്നെ അവിടെ ഒരു ജാമ്പക്കയുടെ ഒരു മരമുണ്ട്. ഇതൊരു ജാമ്പക്കയുടെ മരമാണ്. ജാമ്പക്കൊക്കെ ഉണ്ട്. അപ്പൊ പഴുത്തിട്ടില്ല, പഴുക്കാറാവുന്നുള്ളൂ. ഇതേപോലെ കുഞ്ഞും കുഞ്ഞും മൊട്ടുകളും ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് പാഷൻ ഫ്രൂട്ടിന്റെ ഒരു ചെടിയാണ് കേട്ടോ. അപ്പൊ ഇതിൽ ഒരുപാട് കായുണ്ട്. അപ്പൊ ഇതൊന്നും ആയി വരുന്നതേ ഉള്ളൂ, പഴുത്തിട്ടില്ല. പാഷൻ ഫ്രൂട്ട് അവിടെയുണ്ട്. 5 എണ്ണം വന്നിട്ടേ ഉള്ളൂ ഇതുവരെയായിട്ടു. അപ്പൊ ഇത് പുളിഞ്ചിക്കയുടെ ഒരു മരമാണ് കേട്ടോ. അപ്പൊ ഒരുപാട് പുളിഞ്ചിക്ക ഒന്ന് താഴെ വീണിട്ടുണ്ട്. അപ്പൊ കുറച്ചൊക്കെ ഉള്ളൂ. ഇത് ഞങ്ങള് ഇതൊരു ഞങ്ങക്ക് ഇവിടെ ഒരു പട്ടിക്കൂട്, ഇങ്ങനത്തെ ഒരു കൂടുണ്ടായിരുന്നു. അതൊരു പട്ടീന്റെ ഒരു കൂടാണ്. അപ്പൊ അത് ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തോണ്ട് അതങ്ങ് പൊളിച്ചു കളഞ്ഞു. അപ്പൊ അതിന്റെ ഒരു ഡോറിന്റെ ഒരു പാർട്ടാണ് ഡോറിന്റെ ഇത്. അപ്പൊ അത് ഞങ്ങള് ഇതേപോലെ പെയിന്റ് അടിച്ചിട്ട് ഓരോ റോയിലും ഓരോ ബക്കറ്റ് കണക്കത്തെ ഇതൊന്ന് തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പൊ അതൊരു ന്യൂ ഫാഷൻ പോലെ. ഇത് ഓരോരോ കുഞ്ഞ ബക്കറ്റ് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. കുഞ്ഞാണ്. ഇതിന്റെ 4 ടൈപ്പ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫുള്ളും ഈ ഒരു റോയിൽ ഞങ്ങൾ സെറ്റ് ചെയ്തു. ഒരു സ്ലാബ് പോലത്തെ ഒരു ഹോളോ ബ്രിക്കിന്റെ മുകളിൽ ഇതേപോലെ വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെയും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചെടികൾ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഓരോ കളറിലും പല ഡിസൈനും പല
വേരിയസ് ടൈപ്സ് ആണ്. അപ്പൊ ഇതേപോലെ ഈ ഒരു റോയില് ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ താഴെയായിട്ടും നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഒരു സ്ട്രീറ്റ് ലൈനില് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് ഉള്ളതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചെടി എനിക്കിതാണ്. എന്നുവെച്ചാൽ നല്ല ഭംഗിയാണ് കാണാനും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെടിയാണ്. അപ്പോൾ ഇത് ഓരോ തൂക്ക് ചെടി പോലെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓരോ ടൈപ്സ്, ഇതിൽ ഓരോന്നിലും ഓരോ ടൈപ്സ്, വെറൈറ്റി ടൈപ്സ് ആണ് വെറൈറ്റി ടൈപ്പ് ചെടികളാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ നമ്മളൊരു പൈപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഇതും ഓരോരോ ബക്കറ്റ്സ് ഇതേപോലെ കോയിൽ വയറില് ഇങ്ങനെ തൂക്കിയിട്ട് ഒരുക്കാണ്. അപ്പോൾ ആ സ്പ്രെഡ് ചെയ്യുന്ന ചെടി ഇട്ടിട്ടുണ്ട്. ഇതേപോലത്തെ ചെടികള്, അതേപോലത്തെ ഡിഫറെന്റ്, ഇവിടെയും ഓരോ ടൈപ്പ്. ഇതിന്റെ മുകളിലും അതേപോലത്തെ ആ ഹോള് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇത് വെച്ചിട്ടുണ്ട്, ഒരു ചെടിച്ചട്ടി പോലെ. പിന്നെ ഇവിടെയും ഈ ഒരു സൈഡിലായിട്ടും ഉണ്ട്. ഈ സെയിം ചെടി തന്നെയാണ്. അപ്പൊ ഇത് ഒരു പപ്പായ ട്രീ ആണ്. അപ്പൊ ഇതിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു പപ്പായ വളർന്നു വരുന്നതേ ഉള്ളൂ. കണ്ടോ, ഇവിടെ ഒരു കുഞ്ഞു പപ്പായ ഉണ്ട്, 2 എണ്ണം ഉണ്ട് കേട്ടോ. 2 കുഞ്ഞു കായുണ്ട്, അതിന് വലുതാവത്തേ ഉള്ളൂ. അപ്പൊ ഇത് 6 മാസത്തില് കായ്ക്കുന്ന ഒരു ചെടിയല്ല, ഒരു പപ്പായ മരമാണ്. അപ്പൊ ഇതൊരു കൊച്ചു പപ്പായയാണ്, ഹൈറ്റ് ഒന്നും ഇല്ലാത്തൊരു ഒരു ക്യൂട്ട് പപ്പായ ട്രീ ആണ്, കുഞ്ഞാണ്. അപ്പൊ ഇത് സ്നേക്ക് പ്ലാന്റ് ആണ്. അപ്പൊ ഇവിടെ ഞാൻ ഇവിടെ പെബിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇത് ഒരു വേറെ ടൈപ്പ് മെറ്റീരിയൽ ആണ്, സ്നേക്ക് പ്ലാന്റിന്റെ ഒരു വേറെ തരത്തിലൊരിത്. അതില് കല്ല് പോലത്തെ ഒരു പെബിള് ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഗാർഡൻ ടൂർ അല്ലെങ്കിൽ ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമന്റും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോ എനിക്ക് കുറച്ച് പേരുകളൊന്നും അറിയത്തില്ല, അപ്പൊ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കമന്റ് ബോക്സിൽ. അപ്പോ ഇനിയൊരു വീഡിയോയിലേക്ക് ഞാൻ ഇനിയും വരുന്നതാണ്. ബൈ.